നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് 1/2 ലിറ്ററോളം പാൽ നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറു ചൂടോടെ വേണം എപ്പോഴും തൈര് ഉണ്ടാക്കാൻ വേണ്ടി പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചെറു ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീട്ടിൽ കട്ടത്തൈര് ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ മേടിക്കുന്ന തൈരാണെങ്കിലും മതി. അത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പാലും കൂടെ അതിൻ്റെ ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരിക്കലും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. മിക്സ് ചെയ്താൽ അത് ഒത്തിരി ലൂസായി പോകാൻ സാധ്യതയുണ്ട്. കട്ടയായിട്ട് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ലിഡ് അടയ്ക്കാനും പാടത്തില്ല. ലിഡ് ഒരു ചെറിയ എയർ സർക്കുലേഷൻ കയറുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് മൂടി വെച്ചാൽ മതി. ഇനി ഒത്തിരി ഭയങ്കര തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെച്ചാലും മതി. ഒത്തിരി ടെമ്പറേച്ചറിൽ വെക്കരുത് കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കട്ട തൈര് ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.